അടുത്ത ആഴ്ച മാത്സ് പരീക്ഷയാണ്. പരീക്ഷ ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട്. ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ബ്ലാങ്ക് ആണ്, ഒന്നും ഓർമ്മ വരുന്നില്ല. അതുകൂടി ആകുമ്പോഴത്തേക്ക് സ്ട്രെസ് അങ്ങോട്ട് കൂടുകയാണ്. ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നേരിടുന്ന സ്ട്രെസ് ആക്ച്വലി നോർമൽ ആണെന്ന് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇൻഫാക്ട് ഈ സ്ട്രെസ്സിനെ നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കുകയല്ല വേണ്ടത്, ആ സ്ട്രെസ്സിനെ എങ്ങനെയാണ് ശരിക്കും യൂസ് ചെയ്യുകയാണെന്നുള്ള കാര്യം പഠിക്കുകയാണ് വേണ്ടത്. ഈ ഒരു വീഡിയോയിലും എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ സ്ട്രെസ്സിന്റെ സയൻസ് എന്നും എങ്ങനെയാണ് സ്ട്രെസ്സിനെ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്നും എപ്പോഴാണ് ഈ സ്ട്രെസ് ശരിക്കും മോശമാവുന്നത് എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും സയന്റിഫിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് മനസ്സിലാക്കാൻ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു ദിവസം ഒരു സിംഹത്തിന്റെ മുന്നിൽ പെട്ടു വിചാരിക്കുക. നിങ്ങൾ പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ബ്രെയിനിലെ അമിഗ്ഡല എല്ലാവരും ഡേഞ്ചർ സിഗ്നൽ കൊടുക്കും. ആ ഡേഞ്ചർ സിഗ്നൽ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോഡിയിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ കാര്യമായിട്ട് അളവിൽ അഡ്രിനാലിനും കോർട്ടിസോളും നിറയുന്നതായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ബ്ലഡ് പ്രഷറും ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല ഈ ബ്ലഡിൽ കുറേ ഭാഗങ്ങൾ നമ്മുടെ സ്കിന്നിൽ നിന്നും നമ്മുടെ വയറിൽ നിന്നൊക്കെ നമ്മുടെ കൈയിലെ മസിൽസിലേക്കും അതുപോലെ കാലിലെ മസിൽസിലേക്കൊക്കെ നിറയും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റവും ഒക്കെ കുറച്ച് ഡൗൺ ആവും. കാരണം സിംഹത്തിന് മുന്നിൽ പെട്ടാൽ നമ്മുടെ പ്രയോറിറ്റി ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണി ഡൈജസ്റ്റ് ചെയ്യലല്ല, മാത്രമല്ല അഗ്രസീവ്ലി നമ്മുടെ ലിവർ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് വേണ്ട എനർജി ഒക്കെ തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കും. ഇതിനെയാണ് നമ്മൾ സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ ഒരു സിംഹം നിങ്ങളുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോലും തീരുമാനിക്കേണ്ട ആവശ്യമില്ല, ഈ കാര്യങ്ങൾ വഴി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്ഡ് ആവും. ആ സ്ട്രെസ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി റെഡി ആയിരിക്കും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ആ സ്ട്രെസ് ആയിരിക്കും നിങ്ങളെ അതിനെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെസ് ശരിക്കും നല്ലൊരു കാര്യമല്ലേ? കാരണം ആ സ്ട്രെസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ബോഡി റെഡി ആവുകയില്ല, നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനത്തെ സ്ട്രെസ്സിനെയാണ് നമ്മൾ അക്യൂട്ട് സ്ട്രെസ് എന്ന് വിളിക്കുക. അതായത് പെട്ടെന്ന് വരുന്ന സ്ട്രെസ് ആണ്. ആ സ്ട്രെസ് വഴി നമ്മുടെ ബോഡി ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിലേക്ക് പോവുകയും എന്നിട്ട് ആ കാര്യം സാധിച്ചാൽ നമ്മൾ ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പഴയ സ്ഥിതിയിലേക്ക് വരുന്ന ടൈപ്പ് ഷോർട്ട് ടേം സ്ട്രെസ്സിനെയാണ് നമ്മൾ അക്യൂട്ട് സ്ട്രെസ് എന്ന് വിളിക്കുക. ആ അക്യൂട്ട് സ്ട്രെസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു സിംഹം പിടിക്കാൻ വരുമ്പോൾ സീബ്ര ഓടി രക്ഷപ്പെടുന്നതും ഒരു ഫുട്ബോൾ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് പ്ലേയേഴ്സിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ പമ്പ് ആവുന്നതും ഒക്കെ ഈ അക്യൂട്ട് സ്ട്രെസ് കാരണമാണ്. പക്ഷെ ആക്ച്വലി ഇതൊരു കുഴപ്പമുള്ള കാര്യമല്ല. കാരണം ഈ സീബ്ര എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞോളും. കാരണം ആ സ്ട്രെസ്സിന്റെ പേർപ്പസ് അത് സെർവ് ചെയ്തു. സ്ട്രെസ് വന്നു, ബോഡിയിലെ കുറെ മാറ്റങ്ങൾ വന്നു, ആ മാറ്റങ്ങൾ കാരണം എന്തെങ്കിലും കാര്യം ഉണ്ടായി, ഓടി രക്ഷപ്പെട്ടു, അതിന്റെ പേർപ്പസ് കഴിഞ്ഞതുകൊണ്ട് ആ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി മെല്ലെ കുറയും. ഫുട്ബോൾ കളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഫുട്ബോൾ മാച്ചിന് മുമ്പ് സ്ട്രെസ് വന്നു, ആ സ്ട്രെസ് ആക്ച്വലി മാച്ച് കളിച്ച് അത് ഉപയോഗിക്കപ്പെട്ടു. ഫുട്ബോൾ മാച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ്സിന് വലിയ റോളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നകരമായിട്ടുള്ള കാര്യമല്ല, ഇൻഫാക്ട് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രെസ് എപ്പോഴും നമ്മൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, അടുത്ത മാസം നിങ്ങളുടെ പബ്ലിക് എക്സാം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പബ്ലിക് എക്സാമിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് വരികയാണ്. ഓരോ ദിവസവും പബ്ലിക് എക്സാമിനോട് അടുക്കും തോറും ഈ പ്രഷറും സ്ട്രെസ്സും ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ സ്ട്രെസ് ഭയങ്കര കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി പഠിക്കാനും പറ്റില്ല, പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനും പറ്റില്ല. മാത്രമല്ല ഇതൊക്കെ ചെയ്തിട്ടും ഒരു കോൺഫിഡൻസിന്റെ ഫീലിംഗ് ഉണ്ടാവില്ല. അങ്ങനെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും സ്ട്രെസ് കൂടുകയാണ്. അങ്ങനെ ഒരു വിഷ്യസ് ലൂപ്പിൽ നമ്മളിങ്ങനെ ട്രാപ്ഡ് ആയി പോവാണ്. ഇങ്ങനത്തെ സ്ട്രെസ്സിനെയാണ് നമ്മൾ വിളിക്കുക ക്രോണിക് സ്ട്രെസ്. അതായത് അക്യൂട്ട് സ്ട്രെസ് പോലെ ഇവിടെയും സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ആ സ്ട്രെസ് കറന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിനോടുള്ള റെസ്പോൺസ് അല്ല. നാളെ എന്തോ നടക്കാനുള്ള ഒരു ആക്ടിവിറ്റിനെ പറ്റി നമ്മൾ ആലോചിച്ച് ഇപ്പോഴേ സ്ട്രെസ് എടുക്കുകയാണ്. ഈ ഒരു സ്വഭാവം ആക്ച്വലി മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ശക്തിയും മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ശാപവും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ക്രോണിക് സ്ട്രെസ് വരുന്ന സമയത്തും അക്യൂട്ട് സ്ട്രെസ് വരുന്ന സമയത്തും ഒരേ ബോഡിലി റെസ്പോൺസ് തന്നെയാണ്. അതായത് ഒരു സിംഹത്തിനെ കാണുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണോ ചേഞ്ചസ് ഉണ്ടാവുക, അത് തന്നെയാണ് നിങ്ങൾ അടുത്ത മാസം അല്ലെ 6 മാസം കഴിഞ്ഞുള്ള പരീക്ഷനെ പറ്റി ആലോചിക്കുമ്പോൾ. ആകെയുള്ള വ്യത്യാസം, സിംഹത്തിന്റെ അടുത്ത് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ട്രെസ് പോയി കിട്ടും. പരീക്ഷനെ പറ്റിയുള്ള സ്ട്രെസ് ഇന്നും ഉണ്ടാവും, നാളെ ഉണ്ടാവും, മറ്റന്നാളും ഉണ്ടാവും, പരീക്ഷയുടെ ദിവസം വരെ ഉണ്ടാവും. ഇതാണ് ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യം. ഒരു സീബ്ര ഒരിക്കലും നാളെ സിംഹം വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഓടി രക്ഷപ്പെടുന്നു, അത് വരുമ്പോൾ എനിക്കുണ്ടാവുന്ന സ്ട്രെസ്സും അത് കാരണം അതിനെ ഇപ്പം സ്ട്രെസ് ഒരിക്കലും അടിക്കാൻ പോകുന്നില്ല. അതിന് സ്ട്രെസ് അടിക്കുക ആക്ച്വലി സിംഹത്തിനെ കാണുമ്പോൾ മാത്രമാണ്. പക്ഷെ മനുഷ്യന്മാരായ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ നാളെയും മറ്റന്നാളും ഒരു വർഷം കഴിഞ്ഞുള്ള കാര്യത്തിനെ ഓർത്ത് വരെ നമുക്ക് സ്ട്രെസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ആ ഒരു കഴിവാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അഥവാ ക്രോണിക് സ്ട്രെസ്സിനെയാണ് നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി, ചില സമയങ്ങളിൽ സ്ട്രെസ് നല്ലതാണെന്നും ചില സമയങ്ങളിൽ സ്ട്രെസ് മോശമാണെന്നുള്ള കാര്യം. ഇത് ആക്ച്വലി സയന്റിഫിക്കലി ഡോക്യുമെന്റ് ചെയ്ത കാര്യമാണ്. അതിനെ നമ്മൾ ഒരു ഗ്രാഫിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അതായത് സ്ട്രെസ് എത്രത്തോളം നമ്മുടെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം യോർക്കീസ് ഡോഡ്സൺ ലോ എന്ന് പറഞ്ഞൊരു ലോ, അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അത് പ്രകാരമുള്ള കുറെ സ്റ്റഡീസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സ്ട്രെസ്സും പെർഫോമൻസും തമ്മിൽ ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പിലുള്ള ഒരു ബന്ധമാണുള്ളത്. അതായത് വളരെ കുറച്ച് സ്ട്രെസ്സേ നിങ്ങൾക്ക് ഉള്ളൂ എങ്കിൽ
നിങ്ങൾ ഭയങ്കര ബോർഡായിരിക്കും, നിങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പരീക്ഷയെ പറ്റി ഒരു ടെൻഷൻ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കില്ല, നിങ്ങളുടെ പെർഫോമൻസ് വളരെ കുറവായിരിക്കും. എന്നാൽ കുറച്ച് സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു ഒപ്റ്റിമൽ എമൗണ്ട് ഓഫ് സ്ട്രെസ് ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ആക്ച്വലി എന്താണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ് പരീക്ഷ എനിക്ക് മാർക്ക് കിട്ടുമോ, പരീക്ഷ ഞാൻ തോറ്റുപോവോ, ആ ഒരു രീതിയിലുള്ള സ്ട്രെസ് അല്ല. പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കണമല്ലോ, എന്നാലല്ലേ എനിക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള ഒരു ബേസിക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന സ്ട്രെസ്സാണ്. വിച്ച് ഈസ് വെരി ഗുഡ്. കാരണം ആ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റും. അതുപോലെ ഇല്ലെങ്കിൽ നിങ്ങൾ തീരെ പഠിക്കില്ല. പക്ഷെ പ്രശ്നം വരാൻ പോകുന്നത് മിക്ക ആൾക്കാർക്കും ഈ ഒരു ലെവലിൽ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്ക ആൾക്കാർ ആ ഒരു ലെവലിൽ എത്തിപ്പോകും. ഞാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റുപോലോ, ഞാൻ പഠിച്ചാലും ഞാൻ തോറ്റുപോലോ, എനിക്ക് കഴിവില്ലല്ലോ, അങ്ങനെ തോറ്റുപോയി കഴിഞ്ഞാൽ പേരൻസ്, ടീച്ചേഴ്സ്, കരിയർ അങ്ങനെ ഫുൾ പ്രശ്നമാണല്ലോ. അങ്ങനെ ഒരു ഹോപ്പ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് ഭയങ്കര കൂടും. അങ്ങനെ ഓവർ ഒരു പോയിന്റ് എത്തുമ്പോൾ സ്ട്രെസ് ഫെറ്റീഗ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലാങ്ക് ഔട്ട് ആവും. മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല, ഒന്നും ചെയ്യാനൊരു മൂഡ് ഉണ്ടാവില്ല. നിങ്ങളുടെ പെർഫോമൻസ് ആക്ച്വലി ഡിക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. സയന്റിഫിക്കലി സ്പീക്കിംഗ് നമ്മൾ ഈ മോശം സ്ട്രെസ്സിനെ ഡിസ്ട്രെസ് എന്നും ഈ നല്ല രീതിയിലുള്ള സ്ട്രെസ്സിനെ പെർഫോമൻസ് എൻഹാൻസിങ് സ്ട്രെസ്സിനെ നമ്മൾ യൂസ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെറിട്ടറിയിൽ നിൽക്കുകയാണ്. അതായത് ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് സ്ട്രെസ് കൊണ്ട് മാക്സിമം പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ് നമ്മുടെ ആക്ച്വൽ എയിം. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് എങ്ങനെയാണ് നമുക്ക് ആ ഒപ്റ്റിമൽ എമൗണ്ട് ഓഫ് സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് 4 സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മെത്തേഡ് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഈ സ്ട്രെസ് ആക്ച്വലി നല്ലതാണോ മോശമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വേണം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കും. അപ്പോൾ ഇത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം ആക്ച്വലി ഡോക്ടർ ആലിയ ക്രം എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് അവരുടെ ഒരു എക്സ്പെരിമെന്റിൽ റിസർച്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റീത്തിങ് സ്ട്രെസ് എന്നാണ് അതിന്റെ ഒരു പേര്. പല സ്റ്റഡീസും പിന്നീട് അത് റെപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു ചോദ്യം ഈ റിസർച്ചിൽ അവർ പാർട്ടിസിപ്പൻസിനോട് ചോദിച്ചു. എന്നിട്ട് അവർക്കൊരു ആക്ടിവിറ്റിയും കൊടുത്തു. ആർക്കൊക്കെയാണോ സ്ട്രെസ്സിനോടൊരു നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത്, അതായത് ആരൊക്കെയാണോ സ്ട്രെസ് ആക്ച്വലി നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞത്, അവർ ആക്ച്വലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു എന്ന് മാത്രമല്ല അവരുടെ ആക്ച്വൽ സ്ട്രെസ് ലെവൽ കുറവായിരുന്നു. ആരൊക്കെയാണോ മോശമാണ്, സ്ട്രെസ് ഭയങ്കര മോശമാണ്, നമ്മൾ സ്ട്രെസ് എടുക്കാൻ പാടില്ല, അത് ഭയങ്കര ചീത്ത കാര്യമാണെന്ന് പറഞ്ഞത്, അവർക്ക് പെർഫോമൻസ് ലെവലും കുറച്ച് കുറവായിരുന്നു. മാത്രമല്ല അവർ ആക്ച്വലി കൂടുതൽ സ്ട്രെസ് എടുക്കുകയാണ് ചെയ്തത്. അതായത് ബേസിക്കലി നിങ്ങളുടെ സ്ട്രെസ്സിനെ പറ്റിയുള്ള ബിലീഫ്, നിങ്ങൾ ആക്ച്വലി എത്ര സ്ട്രെസ് എടുക്കുന്നു, നിങ്ങൾ ആക്ച്വലി ആ സ്ട്രെസ് വഴി എത്ര പെർഫോമൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിന് എഫക്റ്റീവ്. നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്, നിങ്ങൾ ഉള്ളാലെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്, ഫോഴ്സ്ഫുള്ളി വിശ്വസിക്കുകയാണ്. അതായത് സ്ട്രെസ് നല്ലതാണ് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ടിവിറ്റീസ് അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡിസ്ട്രെസ് ലെവലിൽ നിന്ന് യൂസ്ട്രെസ് ലെവലിലേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മൈൻഡ് സ്റ്റേറ്റും മാറിക്കോളും. അപ്പോൾ ഇതിങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സ്റ്റേജിൽ ഒരു സ്പീച്ച് കൊടുക്കണം വിചാരിക്കുക. സ്പീച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ നിങ്ങൾ വലിയ എക്സ്പീരിയൻസ് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ പൗണ്ട് ചെയ്യും, നമുക്ക് ഭയങ്കര പേടിയാവും, ടെൻഷൻ ആവും, സ്ട്രെസ് ആവും ബേസിക്കലി. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഈ സ്ട്രെസ് ആക്ച്വലി നല്ലതാണ്, എന്നെ ഈ ഒരു സ്പീച്ച് കൊടുക്കാൻ വേണ്ടി റെഡി ആക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ട്രെസ് ഇല്ലായിരുന്നു ചിലപ്പോൾ ഞാൻ മോശമായിട്ടായിരിക്കും, ഭയങ്കര ലൗസി സ്പീച്ച് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രെസ് നല്ലതാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡിസ്ട്രെസ് ലെവലിൽ നിന്ന് ഈ യൂസ്ട്രെസ് ലെവലിലേക്ക് നിങ്ങളെ വരുത്താൻ നമ്മുടെ ബോഡി തന്നെ ഹെൽപ്പ് ചെയ്തോളൂ. ആൻഡ് വിത്ത് പ്രാക്ടീസ് മൾട്ടിപ്പിൾ ടൈം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ആക്ച്വലി നിങ്ങളുടെ ഡിഫോൾട്ട് സ്റ്റേറ്റ് ഈ ലെവലിലേക്ക് ആവുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്ട്രെസ് മാറ്റേഴ്സ്. രണ്ടാമത്തെ മെത്തേഡാണ് നമുക്കുണ്ടാകുന്ന ഒരു ക്രോണിക് സ്ട്രെസ്സിനെ നമ്മൾ അക്യൂട്ട് സ്ട്രെസ് ആക്കി മാറ്റുക എന്നുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പരീക്ഷയുണ്ട്, അടുത്ത ആഴ്ച മാത്സ് പരീക്ഷയാണ്, കുറേ പഠിക്കാണ്ട് നിങ്ങളൊന്നും പഠിച്ചില്ല. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി സ്ട്രെസ്ഡ് ആവും. അതിനാണ് നമ്മൾ ക്രോണിക് സ്ട്രെസ് എന്ന് വിളിക്കുക. കാരണം നമുക്കൊന്നും ചെയ്യാനില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ ബോഡി ഇങ്ങനെ സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കും. അത് ആക്ച്വലി ഫിസിയോളജിക്കലി ലോങ് ടേമിൽ അങ്ങനെ എപ്പോഴും സ്ട്രെസ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഭയങ്കര മോശമാണ്. കാരണം പല അസുഖങ്ങൾ, ഒരു അസുഖം പോലും ഉണ്ടാവില്ല സ്ട്രെസ് കാരണം വരാതിരിക്കുന്നത്. അത്രയും നമ്പർ ഓഫ് അസുഖങ്ങൾ ലോങ് ടേമിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രോണിക് ആയിട്ട് ഇങ്ങനെ സ്ട്രെസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ക്രോണിക് സ്ട്രെസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്യൂട്ട് ആക്കി മാറ്റാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പരീക്ഷയിൽ മാർക്ക് കിട്ടണം, A+ കിട്ടണം, 90% കിട്ടണം, അല്ലെങ്കിൽ പാസ് ആവണമെന്ന് പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ക്രോണിക് സ്ട്രെസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ മുറിച്ച് കഷ്ണങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മാത്സ് പരീക്ഷയാണെങ്കിൽ നിങ്ങൾ ആ പരീക്ഷയ്ക്ക് പാസ്സാവണം, A+ കിട്ടുന്നതിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എന്തൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കുന്നുള്ള കാര്യത്തിന് മാറ്റി ഒരു പ്ലാൻ ഉണ്ടാക്കുക, ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്ന് ഇത് ചെയ്യും, നാളെ ഇത് ചെയ്യും, മറ്റന്നാൾ ചെയ്യും, അതിൻ്റെ ക്വസ്റ്റൻസ് റിവൈസ് ചെയ്യുന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്ലാനിനെ പറ്റി നിങ്ങൾ ഓർത്ത് സ്ട്രെസ് ചെയ്തോ. ഫോർ എക്സാമ്പിൾ, ഇന്ന് എനിക്ക് ഈ കാര്യം ചെയ്യണം എന്നോർത്ത് നിങ്ങൾ കുറച്ച് സ്ട്രെസ്ഡ് ആവുന്ന ആക്ച്വലി നല്ലതാണ്. കാരണം അത് ഭയങ്കര ക്രോണിക് സ്ട്രെസ് അല്ല. കാരണം നിങ്ങൾ ചെയ്യാൻ പോവാണ് ഇമ്മീഡിയറ്റ്ലി, അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് പോകും. ഇറ്റ് ഈസ് എൻ ഫോം ഓഫ് അക്യൂട്ട് സ്ട്രെസ്. അപ്പം അങ്ങനത്തെ ഒരു നല്ല സ്ട്രെസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം അന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആക്ച്വലി മോട്ടിവേഷൻ കിട്ടുകയും നിങ്ങൾ ആക്ച്വലി ചെയ്യുകയും ആ ചെയ്യുന്നത് വഴി ആ സ്ട്രെസ് പോവുകയും ചെയ്യും. ഇൻഫാക്ട് സ്ട്രെസ് പോകുക മാത്രമല്ല, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ചെക്ക് ലിസ്റ്റ് ടിക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ കിട്ടുകയാണ് ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റ് ഇതിന് മുൻപുള്ള പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടല്ല നമ്മൾ ആക്ഷൻ എടുക്കുക, നമുക്ക് ആക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ കിട്ടുക.
which actually helps in further action. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞായറാഴ്ചയൊക്കെ മിക്ക സമയത്ത് ഞാൻ അടുത്ത ആഴ്ചനെ പറ്റി ആലോചിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ ലേൺ വിത്ത് അലക്സിന്റെ വീഡിയോ എടുക്കണം, എക്സാമിനറിന്റെ കുറേ റിവിഷൻ ക്ലാസിന്റെ എടുക്കാനുണ്ട്, ലൈവ് ക്ലാസ് എടുക്കാനുണ്ട്, ഫിനാൻസ് ചാനൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ വർക്ക് ഉണ്ട്. അതിനിടയിൽ കുറേ നമ്പർ ഓഫ് എൻഗേജ്മെന്റ്സ്, മീറ്റിംഗ്സ് ഒക്കെ ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓവർവെൽഡ് ആവാണ്. എനിക്ക് ഇതുപോലത്തെ ക്രോണിക് സ്ട്രെസ് ആണ് ഉണ്ടാവാറ്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെഗുലർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വന്ന് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഒന്നും ആലോചിക്കാറില്ല, നേരെ എൻ്റെ ലാപ്ടോപ്പ് എടുക്കും, നോട്ടിന്റെ ഒരു ആപ്പ് എടുക്കും, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും, എല്ലാ ദിവസവും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നുള്ള കാര്യം. അങ്ങനെ ഒരു മിനിമം 4 ദിവസത്തേക്കുള്ള ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ള മേജർ കാര്യങ്ങൾ ഞാൻ ഒരു ചെക്ക് ലിസ്റ്റ് ആക്കി വെക്കും. അത് ഉണ്ടാക്കി തീർക്കുന്ന ആ നിമിഷം എൻ്റെ ഈ സ്ട്രെസ്, ഞാൻ വെറുതെ തമാശ പോലും പറയല്ല, വെറുതെ അടിച്ചു വിടുവല്ല, ആ സ്ട്രെസ് ക്ലോസ് ടു 0. കാരണം എനിക്ക് നാളെ എന്താ ചെയ്യണമെന്നുള്ള കാര്യം അറിയാം. അതിനെപ്പറ്റി ഓർത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, എനിക്ക് കുറച്ച് സ്ട്രെസ് എടുത്താൽ മതി, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. അത് മോശമായിട്ടുള്ള കാര്യമല്ല. അത് ഉള്ളതുകൊണ്ടാണ് ഞാൻ നാളെ അത് ചെയ്യാൻ പോകുന്നത്. അതില്ലെങ്കിൽ ഞാൻ വെറുതെ മടിയനായിട്ട് വെറുതെ ഇരിക്കും. അപ്പോൾ ഇവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, വലിയൊരു ടാസ്ക് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് ആ വലിയ ടാസ്കിനോട് ഉണ്ടാവുന്ന ക്രോണിക് സ്ട്രെസ്സിനെ അക്യൂട്ട് സ്ട്രെസ് ആക്കി മാറ്റുക. മൂന്നാമത്തെ മെത്തേഡ് കൂടുതൽ ആപ്ലിക്കബിൾ ആവുക നിങ്ങളുടെ പേരൻസിന് അടുത്തുനിന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അടുത്തുനിന്നോ അങ്ങനെ എക്സ്റ്റേണൽ രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെസ്സോ പ്രഷറോ ഉണ്ടാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പേരൻസിന് നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിൽ A+ കിട്ടണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്, അവരതിനു വേണ്ടി നിങ്ങളെ പ്രഷർ നിൽക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ക്ലിയർലി റാഷണലി ചിന്തിക്കണം, നിങ്ങളുടെ കൺട്രോളിൽ എന്തുണ്ട്, നിങ്ങളുടെ കൺട്രോളിൽ എന്തില്ല. അവർക്ക് നിങ്ങളെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയിലും ഇത്ര മാർക്ക് കിട്ടുന്നുള്ള എക്സ്പെക്ടേഷൻ നിങ്ങളുടെ കൺട്രോളുള്ള കാര്യമാണോ? ഒരിക്കലല്ല, അത് അവരുടെ കൺട്രോളുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ കൺട്രോളുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ കൺട്രോളുള്ള കാര്യം നിങ്ങൾക്ക് A+ കിട്ടുമോ എന്നുള്ള കാര്യം പോലെയല്ല, പക്ഷേ നിങ്ങൾ ഓരോ ദിവസവും എത്ര പഠിക്കും, ഏതൊക്കെ ചാപ്റ്റർ തീർക്കും, എത്ര മണിക്കൂർ പഠിക്കും, അങ്ങനത്തെ മൈക്രോ കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളുള്ള കാര്യമാണ്. പക്ഷെ മിക്ക കുട്ടികളും ചെയ്യാൻ എന്താണ്, മിക്ക കുട്ടികളും അവർ പേരൻസിന്റെ അതിനെ പറ്റിയുള്ള കുറേ ടെൻഷൻ ഉണ്ടാവും. പേരൻസിന് ഇങ്ങനെ ഇതുണ്ടല്ലോ, ആകുലത ഉണ്ടല്ലോ, ടെൻഷൻ ഉണ്ടല്ലോ, എനിക്ക് മാർക്ക് കിട്ടുമോ എന്നുള്ള കാര്യം അതിനെ പറ്റി ഇങ്ങനെ കുറേ ആലോചിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആക്ച്വലി നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ, A+ കിട്ടുമോ, അത് കിട്ടുമോ, പാസ്സാവോ, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. വെൻ ഇൻഫാക്ട് ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കൺട്രോളുള്ള കാര്യമല്ല. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ എത്രത്തോളം ചിന്തിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ക്രോണിക് സ്ട്രെസ് കൂടിക്കൊണ്ടിരും. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞ് ക്രോണിക് സ്ട്രെസ് കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് ആക്ച്വലി ഡ്രോപ്പ് ചെയ്യുള്ളൂ. നിങ്ങൾ ആക്ച്വലി പഠിക്കില്ല, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് 2 മണിക്കൂർ പഠിക്കാൻ പറ്റുന്ന കാര്യം എൻ്റെ കൺട്രോളുള്ള കാര്യമാണ്. ഈ ആഴ്ച ആകുമ്പോഴത്തേക്കും ഫിസിക്സിലെ ഇത്ര ചാപ്റ്റർ അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് തീർക്കണം എന്നുള്ള കാര്യം എൻ്റെ കൺട്രോളുള്ള കാര്യമാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ഒബ്വിയസ്ലി ചെറിയ അക്യൂട്ട് സ്ട്രെസ് ഉണ്ടാവും, പക്ഷേ വിച്ച് ഇസ് വെരി ഗുഡ്. അതുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ആക്ടിവിറ്റീസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ തിങ്കിങ്ങിനെ നിങ്ങളൊന്ന് റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് ഭയങ്കര സമാധാനം ഉണ്ടാവുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ആൻഡ് ഹോപ്പ്ഫുള്ളി ആ A+ അല്ലെങ്കിൽ ആ ഒരു 90% നിങ്ങൾക്ക് ആക്ച്വലി നേടിയെടുക്കാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ പേരൻസിന്റെ ടീച്ചേഴ്സിന്റെ സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അവരുമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അമ്മ, അച്ഛ, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, A+ അതുവഴി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഈ ഒരാഴ്ച ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. അവസാനത്തെ മെത്തേഡാണ് നിങ്ങളൊരു സീബ്രനെ പോലെ ആയി മാറുക. സീബ്രയുടെ 2 പ്രത്യേകതകൾ എന്താണ്? ഒന്ന്, ആക്ച്വലി സ്ട്രെസ് മുന്നിലുള്ളപ്പോഴേ അത് സ്ട്രെസ്ഡ് ആവുള്ളൂ. രണ്ടാമത്തെ കാര്യം, ആ സ്ട്രെസ് പോയി കഴിഞ്ഞാൽ, സിംഹം സ്ഥലം വിട്ട് കഴിഞ്ഞാൽ, അല്ലെ ഇവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ അയ്യോ സിംഹം എന്നെ ട്രേസ് ചെയ്തല്ലോ എന്ന് ഓർത്ത് സീബ്ര സ്ട്രെസ് ആവാറില്ല. ഇത് ആക്ച്വലി സ്റ്റഡി ചെയ്യപ്പെട്ട കാര്യമാണ്. മിക്ക ആനിമൽസും ആ സ്ട്രെസ് ഇവന്റ് കഴിഞ്ഞാൽ പിന്നെയും അതിന്റെ സ്ട്രെസ് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല. അത് അതിന്റെ ചില്ലായിട്ടുള്ള കാര്യങ്ങൾ, പുല്ല് തിന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, റിലാക്സ് ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ നേരിടുന്ന പല പല ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പേരൻസ് ആയിട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടോ നിങ്ങൾ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു ഫുട്ബോൾ മാച്ച് നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ, ഒരു പരീക്ഷയിലെ പേപ്പർ കിട്ടി മാർക്ക് ഭയങ്കര കുറഞ്ഞു കഴിഞ്ഞാൽ, നാളെ പരീക്ഷ പേപ്പർ കിട്ടുമോ എന്നുള്ളതായിട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കുറേ സ്ട്രെസ്സുകൾ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സീബ്രനെ പോലെ ഒരു സമയം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വൈകുന്നേരം ഇന്ന് തീരുമാനിക്കുക, ഒരു 10 മിനിറ്റ് ഞാൻ ഇത് ഓർത്ത് സ്ട്രെസ് അടിക്കും. പറ്റുമെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നടക്കാനോ ഓടാനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോവുക. എന്നിട്ട് ആ സ്ട്രെസ് അങ്ങോട്ട് കളയുക. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ സ്ട്രെസ്സിനെ ഓർത്തിട്ട് സ്ട്രെസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റുട്ടീൻ, ഇതൊരു റുട്ടീൻ ആക്കി എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു റുട്ടീൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ സ്ട്രെസ് എന്താണെന്നും എപ്പോഴൊക്കെയാണ് സ്ട്രെസ് നല്ലതും എപ്പോഴൊക്കെയാണ് അത് മോശവും, എങ്ങനെയാണ് ഈ മോശം സ്ട്രെസ്സിനെ നല്ല സ്ട്രെസ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള കാര്യം സയന്റിഫിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാല്യൂബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.